ഇനി നമുക്ക് കന്യാകുമാരിയിലേക്ക് പോകാം. അത് തെക്കേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം BJP പ്രതീക്ഷ വെക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കന്യാകുമാരി എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയും വലിയ ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടം. അതിനിടയ്ക്ക് കച്ചത്തീവ് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമം BJP നടത്തിയിടം കൂടിയാണ്. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നറിയണമെങ്കിൽ നമ്മൾ ഇനിയും കാത്തിരിക്കണം. പക്ഷേ അവിടുത്തെ ഇന്നത്തെ സ്ഥിതി ആളുകൾ എങ്ങനെ എത്തിച്ചേരുന്നു എന്നൊക്കെ അറിയാം. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, BJPയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ വെക്കുന്ന ഒരു സ്ഥലം എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നു. പ്രത്യേകിച്ച് പുതിയ രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള മാറ്റിമറിക്കലുകൾക്ക് സാധ്യതയുണ്ടോ എന്ന് ശ്രമിച്ച ഒരിടം കൂടിയാണ്. ഈ വോട്ടർമാരുടെ ഒഴുക്ക് രാവിലെ തന്നെ ഉണ്ടോ? എന്താണ് രാവിലെ തന്നെ മനസ്സിലാകുന്നത് അവിടെ നിന്നും? ജിൽസി, കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാന ദിവസം വരെ നടന്ന പ്രചരണം ഏത് രീതിയിലായിരുന്നുവെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ആ ഒരു ദിവസമാണ് ഇന്നത്തെ ഈ പോളിംഗ് ദിവസം. അതായത് കാടിളക്കിയുള്ള ഒരു പ്രചരണമായിരുന്നു കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ പരസ്യ പ്രചരണം അവസാനിക്കുന്ന ദിവസം വരെ ഇതുവരെയുള്ള ഒരു തെരഞ്ഞെടുപ്പിലും കാണാത്ത തരത്തിലുള്ള വലിയ പ്രചരണങ്ങൾ കന്യാകുമാരി മണ്ഡലത്തിലുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു പ്രചരണമല്ല തമിഴ്നാട്ടിൽ സാധാരണഗതിയിൽ നടക്കുക. കേരളത്തിലുള്ളതുപോലെയുള്ള വലിയ പ്രചരണങ്ങളോ കൊട്ടിയാഘോഷങ്ങളോ പോസ്റ്ററുകളോ ഒന്നും തന്നെ തമിഴ്നാട്ടിലെ പ്രചരണങ്ങൾ കാണാൻ കഴിയില്ല. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിൽ കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടന്നിരുന്നു. ആളുകളെ കൃത്യമായി പോയി കണ്ടുകൊണ്ട് പ്രചരണ രീതിയായിരുന്നു എല്ലാ പാർട്ടികളും അവലംബിച്ചത്. ഇന്ത്യ സഖ്യമായാലും DMK ആയാലും AIDMK ആയാലും BJP ആയാലും കൃത്യമായിട്ട് ആ വോട്ടർമാരെ നേരിൽ പോയി കണ്ടുകൊണ്ടുള്ള ഒരു മുൻകാലങ്ങളിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രചരണ രീതിയായിരുന്നു കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിൽ ഈ പുറത്തെടുത്തത്. അതിൻ്റെ ഒരു പരിണിത ഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇഫക്റ്റ് ഈ പോളിംഗ് ഡേയിൽ കാണാൻ കഴിയുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. പുലർച്ചെ 6 മണി മുതൽ തന്നെ 6:30 തന്നെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിൽ മുന്നിലും ആളുകളുടെ ഒരു നീണ്ട നിര കണ്ടുവന്നു തുടങ്ങിയതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സ്വാമിയാർ മഠം എന്ന് പറയുന്ന സ്ഥലത്തെ കട്ടാതുറ എന്ന് പറയുന്ന പോളിംഗ് ബൂത്തിലാണ്. ഈ പോളിംഗ് ബൂത്തിൽ രാവിലെ മുതൽ നമ്മൾ വന്നിട്ട് ഏതാണ്ട് ഇപ്പോൾ 1.5 മണിക്കൂർ പിന്നിടുകയാണ്. 8:30 അടുക്കുമ്പോൾ നമ്മൾ വന്നപ്പോൾ മുതൽ കാണുന്ന ആ ഒരു നീണ്ട നിര ഇവിടെ ഇങ്ങനെ ഈ പോളിംഗ് ബൂത്തുകൾക്ക് മുമ്പിലുണ്ട്. അപ്പോൾ ഈ പ്രചരണം ഈ കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനാണ്. അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വിജയ് വസന്ത് ജനവിധി തേടുന്നു. AIDMK സ്ഥാനാർത്ഥിയായിട്ട് ബസേലിയൻ നസറേത്താണ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നത്. അങ്ങനെ ഒരു 3 സ്ഥാനാർത്ഥികൾ, കരുത്തരായിട്ടുള്ള 3 സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കുമ്പോൾ BJPയും ഇന്ത്യ സഖ്യവും പ്രത്യേകിച്ച് കോൺഗ്രസും ഇഞ്ചോടിഞ്ചുള്ളൊരു പോരാട്ടം. ആര് ജയിക്കുമെന്നുള്ള കാര്യം ഒരുപക്ഷെ ഈ പ്രചരണം കൊണ്ട് മാത്രം നമുക്ക് പ്രവചിക്കാൻ കഴിയുന്ന ഒരു സ്വഭാവമുള്ള മണ്ഡലമല്ല കന്യാകുമാരി. ഏതാണ്ട് 20 ലക്ഷത്തിലധികം വരുന്ന വോട്ടർമാരുള്ള ഈ കന്യാകുമാരി മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നുള്ള കാര്യം അറിയണമെങ്കിൽ അത് വോട്ടെണ്ണി കഴിയുന്ന ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും. കാരണം അതിനു മുമ്പ് ഇവിടെ ആര് ജയിക്കുമെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് പ്രവചിക്കാനോ വിലയിരുത്താനോ കഴിയുകയില്ല. കാരണം അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ളൊരു മണ്ഡലം കൂടിയാണ് കന്യാകുമാരി. എന്തായാലും ഈ കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ വിളവൂർക്കൽ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പും ഇന്നിവിടെ നടക്കുകയാണ്. എന്തായാലും പോളിംഗ് സ്റ്റേഷന് മുമ്പിൽ വലിയ നീണ്ട നിര നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജിൽസി, തീർച്ചയായിട്ടും ഷിജു, എന്തായാലും അപ്രവചനീയമായ മണ്ഡലങ്ങൾ തന്നെയാണ് കന്യാകുമാരിയെ സംബന്ധിച്ചിടത്തോളം. കോയമ്പത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും വലിയ പ്രതീക്ഷ BJP വെക്കുന്നു. അതേസമയം മറുവശത്ത് ഇന്ത്യ സഖ്യത്തിന്റെ കടുത്ത പോരാട്ടമുണ്ട് എന്നുള്ളത് കൂടെ ശ്രദ്ധേയമാണ്. നമുക്ക് ഈ തമിഴ്നാടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശകലനങ്ങളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്.